ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ വിവിധ ഏജൻസികൾ പലവട്ടം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ക്രമസമാധാന പാലനത്തിലും കുറ്റാന്വേഷണത്തിലും ജനസൗഹൃദ പ്രവർത്തനങ്ങളിലുമെല്ലാം കേരള പോലീസ് ഒന്നാമതാണെന്നതിനും നിരവധി സാക്ഷ്യപത്രങ്ങളുണ്ട്. അതേസമയം മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ പോലീസിലും ഒറ്റപ്പെട്ട പുഴുക്കുത്തുകൾ സ്വാഭാവികമാണ്. അത്തരം പുഴുക്കുത്തുകൾ അതാത് കാലത്ത് പോലീസ് സേനക്കുണ്ടാക്കിയിട്ടുള്ള ചീത്തപ്പേരും ചില്ലറയൊന്നുമല്ല. സേന ചെയ്യുന്ന സകല നന്മകളെയും നിഷ്പ്രഭമാക്കുന്ന ആരോപണങ്ങൾ ഉയർന്ന ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അവസരങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് സേന എന്ത് നാണക്കേടുണ്ടാക്കിയാലും സംരക്ഷിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. അത് UDFന്റെ ഭരണകാലമാണ്. ഒരു സാധാരണ പോലീസുകാരനാണോ സംസ്ഥാന പോലീസ് മേധാവി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്ന കാലമായിരുന്നു അത്. അങ്ങനെ നെറുകേടുകളുടെ പര്യായമായിരുന്ന പോലീസുകാരെയും പോലീസ് മേധാവികളെയും സംരക്ഷിച്ച കാലമായിരുന്നു അത്. ആ കാലമല്ല ഇപ്പോൾ. ആരോപണം ഉയർന്നാൽ അതെത്ര ഉന്നതരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന കാലമാണ്. പോലീസ് സേനയിൽ ബാഹ്യ ഇടപെടൽ ഇല്ലാതാക്കിയ കാലം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയ കാലം. പക്ഷേ അതിനെയും ചില പുഴുക്കുത്തുകൾ മുതലെടുക്കാൻ നോക്കുന്നു. അക്കൂട്ടർ സേനയ്ക്കും സർക്കാരിനും നാണക്കേടുണ്ടാക്കാൻ നോക്കുന്നു. എന്നാൽ ചെറിയ സൂചനകൾ ലഭിച്ചാൽ തിരുത്തിയും പുഴുക്കുത്തുകളെ പടിക്ക് പുറത്തു നിർത്തിയും ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നുണ്ട് LDF സർക്കാർ. ഇപ്പോഴിതാ PV അൻവർ MLA 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുവേദിയിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു പോലീസ് സൂപ്രണ്ടിനെ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു. ആരോപണ വിധേയനായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും ശക്തമായ നിലപാടെടുക്കാൻ ഒരു ജനപക്ഷ സർക്കാരിനെ കഴിയൂ. അന്വേഷണം സുതാര്യവും നേരായ വഴിയിലൂടെയും ആയിരിക്കുമെന്ന് ഈ സർക്കാരിനെ അറിയുന്ന ഓരോ മലയാളിക്കും അറിയാം. സേനയിലെ അവസാനത്തെ പുഴുക്കുത്തിനെയും ഇല്ലാതാക്കി ശുദ്ധീകരിക്കാനുള്ള ഈ ശ്രമത്തെ നമുക്ക് നിരുപാധികം പിന്തുണയ്ക്കാം.